നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇഡി. ദില്ലി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോദയുടെ പേരുമുണ്ട്. കേസിൽ ഈ മാസം 25-ന് കോടതി വാദം കേൾക്കും. ഇഡി നടപടി രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. നോബൽ മാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, സംസ്ഥാനത്ത് വീണ വിജയനുമായിട്ടുള്ള SFIയുടെ കേസ് ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നുള്ള വാർത്ത വരുന്നത്. 1ഉം 2ഉം പ്രതികളാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. റോസ് അവന്യൂ കോടതിയിൽ വാദം തുടങ്ങാൻ പോകുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് ഇഡിയുടെ നീക്കത്തെ കാണുന്നത്? അരുൺ, നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കുരുക്കുമുറുകയാണ്. കേസിലെ ആദ്യ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചു. സോണിയാഗാന്ധി 1ാം പ്രതിയും രാഹുൽ ഗാന്ധി 2ാം പ്രതിയുമായാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോദ അടക്കമുള്ളവരും ഈ കേസിൽ പ്രതികളായുണ്ട്. എന്താണെങ്കിലും ഈ കേസ് ഈ മാസം 25-ന് റൌസ് അവന്യൂ കോടതി വീണ്ടും പരിഗണിക്കും. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 661 കോടി രൂപയുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്ന നടപടി ഇഡി ആരംഭിക്കുന്നതിനൊപ്പമാണ് ഇപ്പോൾ കുറ്റപത്രം കൂടി സമർപ്പിച്ചിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിക്കുന്ന AJLനെ യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന കമ്പനി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിന്റെ ആധാരം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് യങ് ഇന്ത്യൻ ലിമിറ്റഡ് കമ്പനി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും 76% ഓഹരി ഉള്ള കമ്പനിയാണ്. 90 കോടി രൂപ കടമുള്ള സമയത്ത്, അതായത് AJLന് 90 കോടി രൂപ കടം ഉണ്ടായിരുന്ന സമയത്ത് 50 ലക്ഷം രൂപയ്ക്കാണ് യങ് ഇന്ത്യൻ ലിമിറ്റഡ് AJLനെ ഏറ്റെടുക്കുന്നത്. അതേസമയം AJLന് ആ സമയത്ത് ദില്ലിയിലും അതോടൊപ്പം തന്നെ മുംബൈയിലെ ബാന്ദ്രയിലും ഒപ്പം ലക്നൌവിലും അടക്കം 1800 കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ കമ്പനിയെ ഏറ്റെടുത്തത് വഴി ഈ 1800 കോടിയുടെ സ്വത്തുക്കൾ AJL നിന്ന് യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് മാറി. ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നു എന്നാണ് ഇഡി ആരോപിക്കുന്നത്. നേരത്തെ BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി നൽകിയ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇഡി ഈ കേസ് അന്വേഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നത്. അതേസമയം കുറ്റപത്രം കോടതിയിൽ എത്തിയതിനു പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു. കോൺഗ്രസ് വ്യക്തമാക്കുന്നത് BJPയുടെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് ഇഡിയുടെ ഭാഗത്ത് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഭീഷണിപ്പെടുത്തൽ രാഷ്ട്രീയമാണ്. ഇതിനു മുന്നിൽ കോൺഗ്രസ് പതറില്ല, ശക്തമായി തന്നെ പോരാടും എന്നാണ് ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നാഷണൽ ഹെറാൾഡ് കേസ് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആദ്യമായി ഒരു കേസിൽ പ്രതികളാവുന്ന കുറ്റപത്രം സമർപ്പിക്കുന്ന കേസെന്ന പ്രത്യേകത കൂടി ഈ കേസ് എന്താണെങ്കിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആദ്യമായ ഒരു കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. റോസ് അവന്യൂ കോടതിയിൽ ഇഡി സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സാം പിത്രോദയും അടക്കമുള്ളവരുടെ പേരുകളുള്ളത്. അവരാണ് ഇപ്പോൾ പ്രതികൾ. 1ഉം 2ഉം പ്രതികളായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തുന്നു.